ഹലോ. അപ്പോൾ നിങ്ങളെൻ്റെ കോലം കണ്ട് പേടിക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊരു കൊറിയർ വന്നു. കൊറിയർ അല്ലല്ലോ, പോസ്റ്റിൽ വന്നു. എൻ്റെ ATM കാർഡ് കട്ടായിട്ട് ഇപ്പോൾ ഒത്തിരി ദിവസമായി. 3-4 ദിവസം മുമ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ കാർഡ് വന്നേ, കണ്ടോ, ഇങ്ങെടുക്കുക. ഈ എൻ്റെ അഡ്രസ്സ് ആരെൻ്റെ അഡ്രസ്സൊന്നും കാണരുത്. അപ്പോൾ പിന്നെ എന്താ പറയുക, നമുക്കത് പൊട്ടിച്ചോക്കാം. എൻ്റെ കൗതുകം കൊണ്ട് ഞാനത് നേരത്തെ പൊട്ടിച്ചായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ കിട്ടിക്കുന്ന കാർഡ് ഗ്ലോബൽ ഡെബിറ്റ് കാർഡ് ഇത് തന്നെ അതാണെന്ന് തോന്നുന്നു. കണ്ടോ, ഒരു പതക്കം പോലെ ഒരു പുസ്തകമൊക്കെ ഉണ്ട്. ഇനി അത് വായിച്ച് പഠിക്കണം. പക്ഷേ ഒന്ന് ഞാൻ പറയാം, നല്ല മണമായിരുന്നു കേട്ടോ. ഞാനത് ഒത്തിരി നേരം മണത്തോണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എടുത്തേ ഞാനിപ്പോൾ ക്യാമറ ഉണക്കുമ്പോൾ എൻ്റെ മക്കളുമാരെല്ലാവരും ഒന്ന് തല കാണിച്ചിട്ട് ഞാനും ഒന്ന് ഫേമസ് ആവട്ടെ അമ്മച്ചീന്ന്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളാരും കണ്ടിട്ട് ഞെട്ടായിരുന്നു. 3-4 ദിവസം പനിയായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ തുണിയൊക്കെ കഴുകി ഇട്ടു. ഇന്നാണ് 3 എല്ലാം ചെയ്ത് തുടങ്ങി. പിന്നെ ഇത് കാർഡിൻ്റെ എനിക്ക് തോന്നുന്നു എന്നെ പോലെ ആയിരിക്കും അല്ലേ. പുതിയ കാർഡ് കിട്ടുമ്പം അതെങ്ങനെയാണ് പിൻ നമ്പർ ഇടുന്നതെന്ന് അറിയത്തില്ലല്ലേ. ഞാൻ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാട്ടെ. ഞാൻ ഒരു വീഡിയോ ഇടുക അതിൻ്റെ. എനിക്ക് എൻ്റെ യൂട്യൂബിൻ്റെ സഹായത്തോടെ തന്നെയാണ് ഞാനും ഈ സംഭവം ചെയ്യുന്നത്. അത് വേറെ കാര്യം. എന്തുവായാലും എവിടെ പരിപാടി ഒതുച്ചാലും അതെല്ലാം മറ്റേ കുളമാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ എല്ലാം കേട്ടോ. വോയിസ് ഓവർ ചെയ്യുമ്പോഴും എൻ്റെ മോൻ്റെ കത്തലുണ്ട്. പിന്നെ ഇങ്ങനെ ഞാൻ ഒത്തിരി നേരം അതിനെ തലങ്ങും തിരിഞ്ഞു വെച്ച് നോക്കി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ പൈസ കിട്ടിയാല അല്ലേ. ഇത് ഞങ്ങളുടെ കറമ്പൻ ആള് വിളമ്പൻ്റെ ലുക്കാളയിലേക്ക് എന്തോ ആ പേര് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവനെ കൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്കറിയാം വലിയ വ്യൂവേഴ്സ് ഒന്നും കിട്ടാൻ പോണില്ല. ഞാൻ നിങ്ങളോട് പറയുകയാണ്, എൻ്റെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതണക്കത്തെ വീഡിയോസൊക്കെ കാണാൻ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. പറ്റട്ടെ, ബൈ.